തുടരുകയാണ്, നിർത്തുന്നില്ല, അവസാനിപ്പിക്കുന്നില്ല. അല്ലാഹു മരണം വരെ ഇത് തുടരാനുള്ള ഭാഗ്യം തരട്ടെ. ആമീൻ. പല്ല് കുത്തിപ്പിച്ച സ്വഹാബികളുടെ കഥ നമുക്ക് ഓർമ്മയുണ്ട്. കണ്ണ് ഇടിച്ച് എനിക്ക് കാഴ്ച വേണ്ട എന്ന് പ്രഖ്യാപിച്ച സ്വഹാബികളെ നാം മറന്നിട്ടില്ല. സ്വന്തം ഭർത്താവിന്റെ ജനാസ മുന്നിൽ കണ്ടു. സ്വന്തം സഹോദരൻ മരിച്ച മയ്യത്ത് സ്വഹാബത്ത് തലയിലേക്ക് കൊണ്ടുവരുന്നത് കണ്ടു. അങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കാതെ ഒരൊറ്റ ശബ്ദം മാത്രം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടി നടന്ന സ്ത്രീയെ സ്വഹാബിയെ നാം മറക്കരുത്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ യഥാർത്ഥത്തിൽ കല്ലെടുത്ത് പല്ല് കുത്തിപ്പിടിക്കൽ ഒരു രുചിയുള്ള ശൈലിയല്ല. ഒരു ബുദ്ധിയുള്ളവൻ അത് ചെയ്യുമോ? കണ്ണിന് സ്വന്തം കരകളാൽ ഒന്നും ചർച്ച സമയമേമില്ല. സംസാരിക്കണമെന്നോ തർക്കിക്കണമെന്നോ അവരാരും ആഗ്രഹിക്കുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അമിതമായി സ്നേഹിച്ചപ്പോൾ അവിടുത്തെ പല്ലിന് യുദ്ധത്തിൽ നിന്ന് എന്തോ സംഭവിച്ചു എന്ന് കേട്ടു. എന്റെ ഹബീബിന്റെ പല്ലിന് കംപ്ലൈന്റ് സംഭവിച്ചെങ്കിൽ ഒരു കേടുപാടില്ലാത്ത പല്ല് വെച്ച് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ച സ്വഹാബിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലം നേരിട്ട് മുഖം നോക്കി ജീവിക്കാൻ കഴിയില്ല. വഫാത്തിന്റെ ശേഷം കാണാൻ കഴിയുന്നത് ഈ ഒരു കണ്ണുകൊണ്ടല്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഹബീബായ നബിയെ ഞാൻ കണ്ടിരുന്നു. വഫാത്തായ വാർത്ത കേട്ടപ്പോൾ ആ ഹബീബിനാണ് കാഴ്ചയിലേക്ക് വേണ്ടതായി പ്രഖ്യാപിച്ചത്. ഇതൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് നടുറോട്ടിലിറങ്ങി കല്ലെടുത്ത് പല്ല് കുത്തിപ്പിടിക്കുന്ന ഒരു പ്രകടനം നമ്മൾ ആരും നടത്താറില്ല. ഇതെല്ലാം നന്മയാണെന്ന് പറഞ്ഞ് നാം കവലകൾ തോറും ആണയിൽ പ്രസംഗിക്കാറില്ല. മറിച്ച് സത്യം നാം ഒക്കെ വിലയിരുത്തിയിട്ടുണ്ട്. സ്നേഹം അനിർവചനീയമാണ്. സ്നേഹിച്ചവരാരും അതിന് വ്യത്യസ്ത വിശദീകരണങ്ങൾ കൊടുത്തിട്ടില്ല. ദുഃഖമാണ് പറഞ്ഞവർ, അതല്ല ഇവരെയും സമ്മിശ്രമാണ് വിശദീകരിച്ചവർ. ആരൊക്കെയാണ് സ്നേഹത്തെപ്പറ്റി എന്തൊക്കെയാണ് പറഞ്ഞത്? എല്ലാവരും അവസാനം പറയുന്നു അല്ല, ഇതൊന്നുമല്ല. പിന്നെ എന്താണ്? അത് സ്നേഹിതൻ അറിയുന്ന ഒന്നാണ്. അനുവചനീയം, ഇതാണ് സത്യം. എല്ലാവരും സമ്മതിച്ച സത്യം. അതാണ് നമ്മൾ പറഞ്ഞത്. ഉൾക്കൊള്ളാൻ കഴിയാത്ത പല്ല് പൊട്ടിക്കലും മനസ്സിലാക്കാൻ ഒരിക്കലും കഴിയാത്ത സ്വന്തം ഭർത്താവിന്റെ മയ്യത്ത് കണ്ടിട്ട് തോട്ടം പോകുന്ന സാഹചര്യം, സ്വന്തം സഹോദരന്റെ ജനാസ കണ്ടിട്ട് മയ്യത്ത് കണ്ടിട്ട് അങ്ങോട്ട് ചിന്തിക്കുക പോലും ചെയ്യാത്ത യാ റസൂലല്ലാഹ്, എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധക്കളത്തിൽ എന്തോ സംഭവിച്ചു എന്ന് കേട്ടപ്പോൾ അതിന് പരിഹാരം കാണണം, അതെന്താണെന്ന് അറിയാം എന്ന വാശിയോടുകൂടി ഇറങ്ങി പുറപ്പെട്ട സ്വഹാബി വനിത നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവരെല്ലാം അർപ്പിച്ചത് ഒന്നായിരുന്നു. അതെന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോക ജനതയോട് ആവശ്യപ്പെട്ട ഒന്ന് സ്നേഹം. ലാ യുമിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മകനോട് സ്നേഹമുണ്ട്, സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കാറുണ്ട്, മാതാപിതാക്കളോടും ഒക്കെ സ്നേഹമുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ നാഥൻ പുറത്തു കൊടുക്കട്ടെ, അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ നമ്മെ അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പോരാ, ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് എന്നെ സ്നേഹിക്കാൻ എന്നാണോ നിങ്ങൾ കഴിയുന്നത്, അന്നായിരിക്കും യഥാർത്ഥ മുഅ്മിനായി നിങ്ങൾ ജീവിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സ്നേഹിക്കുന്നവരിൽ നാഥൻ ഉൾപ്പെടുത്തട്ടെ. ഇസ്കന്ദരിയ കടപ്പുറത്ത് വെച്ച് ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു തനക്ക് ബാധിച്ച ചില അസുഖങ്ങളിൽ നിന്ന് കരകയറാൻ
മുൻകാല ജീവിതത്തിൽ അശ്രദ്ധയോടുകൂടി എന്തെങ്കിലും ഒന്ന് പോയെങ്കിൽ അതൊക്കെ മായ്ച്ചു കളയാൻ മഹാനവറുകൾ പരിഹാരമാർഗമായി കണ്ടെത്തിയ ബുറുദ എന്ന് പറയുന്ന കാവ്യമാണ് നമ്മൾ ഇവിടെ പ്രാധാന്യത്തിരിക്കുന്നത്. ആ കടപ്പുറത്ത് വെച്ച് ഇന്ന് തിരമാലകൾപ്പുറത്താണ് മഹാനവറുകൾ വളർത്തിക്കിടക്കുന്നത്. കടലും ഈ കാവ്യവും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ആ കടൽക്കരയിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ മദീനയിലേക്ക് എത്തിനിന്ന് മഹാനവറുകൾ ഒത്തിരി പാടി സ്നേഹമായിരുന്നു കൂടുതൽ ചർച്ചക്കെടുത്തത്. ആദ്യം തന്നെ സ്നേഹിച്ച് വല്ലാതെ ബുദ്ധിമുട്ടിയ, വല്ലാതെ സഹിക്കാൻ കഴിയാത്ത മനസ്സ് പൊട്ടിത്തെറിച്ചുകൊണ്ട് കരകരയുടെ സാഹചര്യം അവതരിപ്പിക്കുകയാണ്. എന്താണ് എനിക്ക് പറ്റിയത്? ഈ കണ്ണീരിന്റെ പിന്നിൽ സംഭവിച്ചു. കരയാൻ തുടങ്ങിയ കാലങ്ങളായി ആരാണ് കരയിച്ചത്? ഇമാം മൗസൂസിയുടെ സാഹിത്യത്തിൽ കലകലന്ന ചോദ്യങ്ങൾ ഈ ബുറുദ പലയിടത്തും സാഹിത്യം പഠിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവരുണ്ട്. ഇതിൽ നിന്ന് മതപരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരുണ്ട്. വിശ്വാസപരമായ കാര്യം തറപ്പിച്ച് ഇമാം മൗസൂസി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ശാസ്ത്രീയമായ ശൈലിയിൽ, നല്ല സരസമായ ശൈലിയിൽ മഹാനവറുകൾ അവതരിപ്പിച്ചതായി കാണാം. മഹാനവറുകൾ വ്യക്തമായി പറയുന്നു, പാടില്ല, ഒരിക്കലും പാടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദൈവമാണ് പറഞ്ഞുകൂടാ, ദൈവപുത്രനാണെന്ന് പറയാൻ പാടില്ല. ഇമാം മൗസൂരി പഠിപ്പിക്കുന്നു, ഈസാ നബി ദൈവപുത്രനാണെന്ന് പറഞ്ഞവരെ ഓർമ്മയുണ്ട്. മൂസാ നബിയെ സംബന്ധിച്ച് ഇലാഹാണെന്ന് വിശ്വസിച്ചവരുണ്ടായിരുന്നു. ഉസൈർ ഇബ്നുല്ലാ എന്ന് പറഞ്ഞവർ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്തായി സംഭവിച്ചത്? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആൻ പറയുന്നു, ഉബ്ദിനി അൽഅക്മഹ വൽ അബ്റസ വഉഹ്യിൽ മൗത ബിഇദ്നില്ലാ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, വെള്ളപ്പാണ്ട് രോഗിക്ക് ശമനം ഞാൻ കാണിച്ചു തരാം. കുഷ്ഠരോഗി വരൂ, ഞാൻ മാറ്റി തരാം. മരിച്ചുപോയ മയ്യത്തുണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തരൂ. ഉഹ്യിൽ മൗത ബിഇദ്നില്ലാ. ഞാൻ വിശ്വസിക്കുന്ന റബ്ബുപുരാൻ, എന്റെ മുകളിൽ വിശ്വസിക്കുന്ന എനിക്ക് ആ റബ്ബിന്റെ സമ്മതത്തോടെ, ആ റബ്ബിന്റെ ശക്തിയുടെ കീഴിൽ നിന്നുകൊണ്ട് മരിച്ച് ജീവിക്കാൻ കഴിയും. ഈസാ നബിയുടെ പ്രവർത്തനം കണ്ടപ്പോൾ തെറ്റിദ്ധരിച്ചു. ഇത് മനുഷ്യനോ? എങ്കിൽ ഞാൻ മനുഷ്യനല്ലേ? എനിക്കൊന്നും കഴിയുന്നില്ല. അപ്പോൾ ഇത് മനുഷ്യനല്ല, ഇത് ദൈവപുത്രനാണ്. ഒരു ചികിത്സയുടെ ബന്ധവുമില്ലാത്ത, ചികിത്സയിലേക്ക് ഇറങ്ങാത്തൊരു മനുഷ്യൻ വെള്ളപ്പാണ്ട് രോഗം തടവി മാറ്റുന്നു. ഒരു മനുഷ്യന് കഴിയുമോ? ഇല്ല. ഇത് മനുഷ്യനല്ല, ദൈവപുത്രനാണെന്ന് പറഞ്ഞേ പറ്റൂ എന്നാണ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അത്ഭുതങ്ങൾ കണ്ടവർ പറഞ്ഞെങ്കിൽ ഒരു സത്യം ഇവിടെ വെളിപ്പെടുത്തേണ്ടതുണ്ട്. അതെന്താണ്? ഞാൻ കേവലം മനുഷ്യനാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥ ഇങ്ങനെയാണ്. ഉസൈറിനെ പറ്റി പറഞ്ഞ, അല്ലാഹുവിന്റെ വലിയായ ഉസൈറിനെ പറ്റി പറഞ്ഞ റളിയല്ലാഹു അൻഹു കഥയും ഇങ്ങനെയാണ്. അത്ഭുതങ്ങൾ കണ്ടപ്പോൾ മനുഷ്യനായി വിധിയപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയേ, അത്ഭുത പ്രകടനങ്ങൾ കണ്ട സമയത്ത് അവർ കഴിയാത്തതാണെങ്കിൽ അവരിൽ പെട്ട ആളല്ല. എന്തൊരു സമൂഹമാണ് നിങ്ങളുടെ സമൂഹം. അതുകൊണ്ട് പറയൂ, ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും. തെറ്റിദ്ധരിച്ചു പോകരുത്. ഒരു പക്ഷേ കൈ ഇങ്ങനെ ചൂണ്ടുന്ന സമയത്ത് ചന്ദ്രൻ രണ്ടായി പിളർന്നേക്കാം. ചരക്കൽ കൈ കൊണ്ട് വാരിയ സമയം കൈയിൽ നിന്നുകൊണ്ട് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് കൈയിലുള്ള ചരക്കൽ തസ്ബീഹ് ചെയ്യാം. നടന്നു പോകുന്ന വഴിയോരങ്ങളിൽ നിന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് കൽ സലാം ചെയ്യാം. ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ഒട്ടകത്തിന്റെ കഥ ഓടിയെടുത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിസരത്തെത്തിയ മാൻപേടയുടെ കഥ. കുട്ടികൾ 2 ഉണ്ട്.
പാലിക്കണമെന്ന ആഗ്രഹമുണ്ട്. ഈ വേട്ടക്ക് എന്നെ പിടിക്കാൻ പിറകിൽ കൂടിയ മനുഷ്യൻ എന്നെ വിടുന്നില്ല. അങ്ങ് സാക്ഷി നിന്നെങ്കിൽ എനിക്ക് എന്റെ മക്കൾക്ക് മുല കൊടുത്ത് തിരിച്ചു വരാമായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനത്തോടെ സംസാരിക്കുന്നു, പരിഹാരമാർഗ്ഗം പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികം മാത്രമാണ് നമ്മുടെ കൂട്ടത്തിൽ മനുഷ്യരുടെ കൂട്ടത്തിലല്ല എന്ന് ചിന്തിച്ചു പോകും. പാടില്ലാത്ത പലതും പറകളയും. അതാണ് മുമ്പൊക്കെ സംഭവിച്ചത്. അല്ലാഹു പറഞ്ഞു പോരാ, ഇതൊക്കെ കാണിക്കുന്ന കൂട്ടത്തിൽ അവർ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഒരു അസാധാരണ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ഈ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ കാണിക്കുന്ന നിങ്ങളിൽ ജനിച്ചു വന്ന ഒരു മനുഷ്യനാണ് ഞാൻ എന്ന് പറയുന്നവരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിൽ ബുദ്ധിയുള്ളവരൊക്കെ വിലയിരുത്തി അത്ഭുതങ്ങൾ നിറഞ്ഞു കവിയുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസാധാരണ മനുഷ്യനാണ്, സംശയമില്ല. പക്ഷേ അല്ലാഹുവിന്റെ പുത്രനല്ല, അത് പറഞ്ഞു പോകരുത്. നമ്മളുടെ ഒരു വിശ്വാസത്തിലും അത് കടന്നുപോയിട്ടില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന സമൂഹത്തെ തിരുത്താൻ വേണ്ടി അല്ലാഹു പറഞ്ഞു, നബിയേ, അത്ഭുതങ്ങളും തങ്ങളിൽ കാണിക്കുന്ന പ്രവർത്തനങ്ങളും ഒക്കെ കാണുമ്പോൾ ഒരുപക്ഷേ അവർ തെറ്റിദ്ധരിച്ചു പോകും. പറയൂ, ഖുൽ ഇന്നമാ അന ബശറുൻ മിത്ലുക്കും, അങ്ങയെപ്പോലത്തെ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ് ഞാൻ എന്ന് പറയുന്ന നബിയേ, തെറ്റിദ്ധരിച്ചു പോയവർ വിടാ. വിലയിരുത്താൻ സമയം കാണാത്തവർക്ക് ഈ സമയത്ത് യാത്ര പറയാം. വളരെ സിമ്പിളായി കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ വിലയിരുത്താൻ കഴിയായ ഇത്ര സ്വസ്ഥമായ സത്യത്തിനെതിരെ ഇനിയും പുറത്തിരിക്കുന്നവർക്ക് തിരിഞ്ഞു നിൽക്കാം. നമുക്ക് അവരോട് വർത്തമാനമില്ല. അവരോടൊക്കെയായി പറയട്ടെ, ഈ ഒരു അത്ഭുതം കണ്ട് നിങ്ങൾ ആരും തന്നെ ഹബീബിൽ ദിവ്യത്വം കൽപ്പിക്കരുത്. നമ്മൾ ആരും കൽപ്പിക്കുന്നില്ല. അതാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. മറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ശ്രേഷ്ഠതകളുള്ള മനുഷ്യനാണ് പറയാൻ പറ്റുമോ? തർക്കം സ്വഹാബത്തിനില്ല, താബഈകളിൽ സംശയമില്ല. തർക്കിച്ച ഒരു കുട്ടിയെയും മുൻഗാമികളിൽ കാണാൻ നമുക്ക് കഴിയില്ല എന്നല്ല ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ സംബന്ധിച്ച് പാടി നമുക്കറിയാം. فما ولدت هواء من صلب آدم ولا في جنان الخلد مثلك آخر. സ്വർഗ്ഗലോകത്ത് കാണാൻ കഴിയില്ല, ഭൂമി ലോകത്തില്ല ഇങ്ങനത്തെ ഒരു വ്യക്തിത്വം. ലോകത്തൊരു സ്ത്രീയും പ്രസവിച്ചിട്ടില്ല. ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു പാടുന്നു, സ്വഹാബത്ത് കിറാം ഇടയിൽ കേൾക്കുന്നു. ബനത് സുആദു ഫകൽ യൗമ മത്ബൂലു മുതയ്യമുൻ ഇസ്റാ ലം യുഫദ മഖ്ബൂലു. കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു മറ്റൊരു സ്വഹാബി നബി തങ്ങളെ സംബന്ധിച്ച് പാടുന്നു, ത്വലഅൽ ബദ്റു അലൈനാ من ثنيات الوداع وجب الشكر علينا ما دعا لله داع. അന്ന് മദീനയിലേക്ക് കയറിയ സമയത്ത് സ്വഹാബത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് പിറകിൽ പ്രവർത്തിക്കുന്നത് അന്ന് സ്വഹാബത്ത് കിറാം അങ്ങനെ കൂടെ അവരെ കൂട്ടിയിരുന്നു.